അപ്പൊ ദുൽഖറിനെ വെച്ച് ഇങ്ങനെ ഒരു സോങ് പാടിപ്പിക്കാനായിട്ട് എങ്ങനെ ആ ഒരു തീമിലേക്ക് എത്തിയത്? ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ തോന്നിയതാണ്. പക്ഷെ ദുൽഖർ പാടുന്നൊന്നും അറിഞ്ഞിട്ടില്ല. പാട്ട് എങ്ങനെയെങ്കിലും ഹിറ്റാക്കണം, അതിനെന്തൊക്കെ ചെയ്യാന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. അതും ഗോപിയുടെ പാട്ട് ഹിറ്റാക്കാൻ വേണ്ടി ഇപ്പൊ തുണി വെച്ച് കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാണ്. ബിക്കോസ് അവർ ഇൻഡസ്ട്രി ഇസ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി എന്താ പറയാ, ആളുകളെ അട്രാക്ട് ചെയ്യാന്നുള്ളൊരു പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും. ഓക്കെ. അപ്പൊ ദുൽഖർ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടേക്കിൽ തന്നെ പാടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ റെക്കോർഡിങ്? റെക്കോർഡിങ് ഇപ്പൊ ടേക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. എത്ര ടേക്ക്, അങ്ങനെ ഒരു ടേക്കിന്റെ സിസ്റ്റം അല്ല ഇപ്പൊ. മൊത്തം അതൊക്കെ മാറി. നമ്മള് എന്താ പറയുക, സെഗ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ റെക്കോർഡിങ്. അപ്പൊ അങ്ങനെ ടേക്ക് ട്രാക്ക് അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ഓൾ കോൾഡ് ആസ് സെഗ്മെന്റ്സ്. പക്ഷെ ദുൽഖറിന്റെ കാര്യത്തിൽ ദുൽഖറിനെ പാടിക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞത് എനിക്ക് പാട്ടിപ്പം മാർക്കറ്റിംഗ് തന്നെയാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാടാൻ വേണ്ടി വരുന്നവർക്ക് എനിക്കറിയില്ല ദുൽഖർ പാടില്ല. പക്ഷെ എൻ്റെ കോൺഫിഡൻസ്, ഐ ക്യാൻ മേക്ക് എനിബഡി സിങ്. ഇപ്പം മൂളിയ മതി പാടിക്കാൻ പറ്റും. ലിറിക്സ് ഇപ്പോൾ ജോണി മോനെ ജോണി പാടിയാലും അതിനെ നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റും. ജോണി മോനെ ജോണി എന്നാക്കാൻ പറ്റും. പക്ഷെ ഭാവം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കണം. അതൊരിക്കലും കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് ദുൽഖർ പാടിയത്. അത് പുള്ളി ഭയങ്കര അതിശയമായി പോയി. പുള്ളി പാടിയപ്പം എന്താ പറയുക, ഒരു പ്രൊഫഷണൽ സിംഗർ എങ്ങനെയാണ് പാടുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സിംഗറിൻ്റെ അടുത്ത് ഞാൻ എത്ര കംഫർട്ടബിൾ ആയിരിക്കുമോ അതിനേക്കാൾ കംഫർട്ടബിൾ ആയിരുന്നു ദുൽഖർ പാടുമ്പോൾ. അത് വെറുതെ പറയല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. ആൻഡ് ഇഫ് സം മ്യൂസിക് ഡയറക്ടർ ആസ്ക് മീ ഹൂ യു ക്യാൻ സജസ്റ്റ് ഫോർ എന്താ പറയുക, ഒരു അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിച്ചപ്പോൾ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു സിംഗറെ സജസ്റ്റ് ചെയ്യും, ഒരു നല്ല അടിപൊളി പാട്ട് പാടുന്ന ഒരു സിംഗർ, ഞാൻ ദുൽഖറിനെ സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മുരളി ഗോപിനെ സജസ്റ്റ് ചെയ്യും. യെസ്, മുരളി ഗോപിയിലേക്ക് ഒന്ന് വരാം. മുരളി ഗോപിയെ കൊണ്ടും ഈ മുരളി ഗോപിയുടെ രണ്ടാമത്തെ സോങ് ആണ് ലെഫ്റ്റില്, അതിലൊരു ആന്തം സോങ് പാടിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് എന്തോ എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും, ഒരു കോപ്പിങ് ആണ് അതൊരു പാട്ടിന്റെ. അല്ല, ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി അടിച്ചെന്ന് പറയുന്നു. അപ്പം കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ എം റെഡി ടു ഫേസ് ദാറ്റ് ഐ എം കോപ്പീഡ്. അപ്പോൾ ഞാൻ കോപ്പി അടിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, അതിനോട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ അത് കോപ്പി അടിയല്ല. ആക്ച്വലി ഇപ്പോൾ ഇരുന്നിരിപ്പിൽ 10 പാട്ട് ഈ ഋതത്തിൽ പാടാൻ പറ്റും. പക്ഷെ ആ 10 പാട്ട് ഒരു പാട്ടാന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ജം 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 ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഋതത്തിൽ ഒരു 10 പാട്ട് ഇനിയും പാടാൻ പറ്റും. അതുകൊണ്ട് ആ 10 പാട്ടുകളെല്ലാം ഒരേ പാട്ടാവില്ല. ഒരു ഋതം ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു പാട്ട് കോപ്പി അടിക്കാൻ പറ്റില്ല. അതിന് സ്വരങ്ങളുണ്ട്, താളങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. സോ ഒബ്വിയസ്ലി ഐ ക്യാൻ സേ ദാറ്റ് ലെഫ്റ്റിൽ അങ്ങനെ ഒരു കോപ്പി ഇഷ്യൂ ഒന്നുമില്ല. കോപ്പി ഇഷ്യൂ ഉള്ളതാണെങ്കിൽ ഞാൻ തുറന്ന് പറയാനും ഒരു മടിയില്ല. ഇപ്പൊ ഈ ലെഫ്റ്റില് മുരളി ഗോപിക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ടാണത്. അതെങ്ങനെയാണ് അതിന്റെ ഒരു മേക്കിംഗ്, എന്താണ് ഉദ്ദേശിച്ചത് അതിനകത്ത്? പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു മുരളി ഗോപിക്ക് സ്ട്രെയിൻ ഇല്ലാതെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതിന്റെ ടെക്നോളജിയിലുള്ള ഗുണം. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഒരു പടത്തിന്റെ ആണിക്കല്ല്. ആ ഒരു ബോണ്ട്, അത്രയും ആ സ്ക്രിപ്റ്റ് ആയിട്ട് ബന്ധമുള്ള ഒരാളുടെ ശബ്ദം അതിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞതാണ് ഞാൻ ഇത്രയും കാലം ചെയ്ത പാട്ടുകൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആ പാട്ടിന് ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായിട്ട് എനിക്ക് ആ പാട്ട് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശബ്ദമായിരിക്കും മുരളി ഗോപിയുടെ. എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ ആയിരിക്കും എപ്പോഴും ന്യൂ കമേഴ്സിന്, അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ആൾക്കാർ സിംഗേഴ്സിനൊക്കെ അവർക്കൊക്കെ ഒരു ഓപ്പണിങ്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഒരു ഓപ്പണിങ് കൊടുക്കുന്ന ഒരു വെറൈറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണത്, ഗോപിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ സോങ് ഒരിക്കലും ഓൾറെഡി കേട്ട് മറന്നൊരു വോയിസിൽ വരരുതെന്ന് താല്പര്യമുണ്ട്. ആക്ച്വലി ഐ ആം എ കോമൺ ഓഡിയൻ. ഞാൻ ബേസിക്കലി അങ്ങനെയാണ് നോക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള വോയിസസ് ഉപയോഗിക്കുക, മാക്സിമം ഫ്രഷ്നെസ് കൊടുക്കുക. അത് തുടക്കം തൊട്ടേ ഈ ഒരു മ്യൂസിക്കൽ കരിയർ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരുപാട് ന്യൂ സിംഗേഴ്സിനെ യൂസ് ചെയ്യണം. എങ്കിലും ഒന്ന് ചിത്ര ചേച്ചിയെ കൊണ്ട് അല്ലെങ്കിൽ ദാസേട്ടനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ ആഗ്രഹം തോന്നാത്ത ഒരു മ്യൂസീഷ്യൻ, ഐ കാൻറ്റ് ബിലീവ് ദാറ്റ്. എനിക്ക് പലതും ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ എനിക്ക് ആഗ്രഹമുള്ളത് മാത്രം ചെയ്യണമെങ്കിൽ ഞാൻ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ വോളിയം 1 വോളിയം 2 എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള പാട്ടുകൾ മാത്രം ചെയ്യും. അത് കേൾക്കാനായിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഞാൻ അവരെ വിളിച്ചിരുത്തി കേൾപ്പിക്കേണ്ടി വരും.
നമുക്ക് ഓഡിയൻസ് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കൊടുക്കുകയും അറ്റ് ദ സെയിം ടൈം നമ്മുടെ സിനിമയ്ക്ക് എന്താണ് വേണ്ടത്, സ്ക്രിപ്റ്റിന് എന്താണ് വേണ്ടതെന്നുള്ളത് കൊടുക്കുകയും വേണം. ഒബ്വിയസ്ലി ദാസേട്ടനും ചിത്ര ചേച്ചിയും ഇവരൊക്കെ ഞാൻ അമ്മയുടെ മടിയിൽ താരാട്ട് പാട്ട് കേൾക്കുന്ന കാലം തൊട്ട് നമ്മൾ ദൈവം പോലെ കരുതുന്നവരാണ്. ഇന്നും അവർ മഹത് വ്യക്തികളാണ്. അപ്പം അവരെ പറ്റിയൊന്നും ഒന്നും പറയാൻ പോലും ഞാൻ യോഗ്യനല്ല. ദാസേട്ടൻ പാടുന്നു, ചിത്ര ചേച്ചി പാടുന്നു എന്നുള്ളതല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് സിനിമയാണ്. സിനിമയാണ് വലുത്, സ്ക്രിപ്റ്റാണ് വലുത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ദാസേട്ടൻ എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ 10-17 വർഷത്തോളം അസിസ്റ്റൻ്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ അദ്ദേഹം മെലഡിയുടെ ഒരു രാജാവാണ്. പക്ഷേ ആ ശിഷ്യൻ കമ്പോസിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരു സ്റ്റൈലല്ല, ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലാണെന്ന് പറയാം. ഒരു സാമ്യവും കാണാത്ത പോലെ ഫീൽ ചെയ്യുന്നില്ല. അതെനിക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയാൽ എനിക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ വലിയൊരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ എനിക്ക് തന്നത്. അതായത് ഒരു ഗുരുവിൻ്റെ ചായ ഇല്ലാത്ത ശിഷ്യൻ, അതായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. എൻ്റെ ഗുരുവിനും സന്തോഷമാവും ഇത് കേൾക്കുമ്പോൾ. ഒബ്വിയസ്ലി നമ്മളൊരു ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് ഗുരുവിൻ്റെ നിന്ന് സ്വീകരിക്കുന്നത് അറിവാണ്, സ്റ്റൈലല്ല. നമ്മൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വർക്കിംഗ് പാറ്റേൺ, എങ്ങനെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള പോലെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും പഠിക്കുക. അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സ്റ്റൈലും എൻ്റെ മ്യൂസിക് സ്റ്റൈലുമായിട്ട് അന്നേ ചേർച്ചയില്ലായിരുന്നു. ഔസേപ്പച്ചൻ സാറിൻ്റെ പ്രോഗ്രാം ചെയ്തതിൽ ഗോപി സുന്ദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് എപ്പോഴും സാറിൻ്റെ ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടാവും? എനിക്ക് സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം, 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം, അസോസിയേറ്റ് ആകുന്നതിന് മുമ്പേ എനിക്ക് ഔസേപ്പച്ചൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാതോട് കാതോരത്തിലെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള പാട്ട് ഒരേ കടലിലെ പാട്ട്, അത് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായി. ഒരേ കടലിൽ വർക്ക് ചെയ്യുമ്പം, ഒരേ കടൽ എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ വർക്കാണ്. ഔസേപ്പച്ചൻ്റെ പാട്ടൊക്കെ ഞാൻ 3 മണിക്കൂർ കൊണ്ടൊക്കെ പ്രോഗ്രാം ചെയ്ത് തീർത്ത പാട്ടുകളുണ്ട്. പക്ഷേ ഇത് ടുക്ക് ഫോർ മീ കുറച്ച് ദിവസങ്ങൾ എടുക്കേണ്ടി വന്നു എനിക്കത് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം ഭയങ്കര കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ. അതുമ്പോൾ നമ്മളാകെ ഡിപ്രസ്ഡ് ആയിപ്പോവും. പിന്നെ അന്ന് വേറെ വർക്കൊന്നും ചെയ്യില്ല. പിന്നെ തിരിച്ചു വന്ന് അടുത്ത ദിവസം വന്നിരിക്കും, അങ്ങനെയാണ് ചെയ്തത്. സോ ആ ഒരേ കടലിലെ പാട്ടുകൾ എനിക്ക് ഔസേപ്പച്ചൻ സാറിൻ്റെ എന്താ പറയുക, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്നാണ്.